ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തി ഫ്രൈ ആണ്. ഒരു വെറൈറ്റി മത്തി ഫ്രൈ നമുക്കിവിടെ നിന്ന് റെഡിയാക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് കുറച്ച് മത്തി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. മീഡിയം സൈസ് മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുഴുത്ത മത്തി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിതൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാ ഈ മത്തിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ഒന്നിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത്. ഞാൻ കുറച്ച് മല്ലിയില ചതച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 2 സ്പൂൺ അളവിൽ തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ മസാലയെല്ലാം ആ തൈരുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിനകത്തോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മീനെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പുരട്ടി എടുത്തിരിക്കുന്ന മീൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. മസാല എല്ലാത്തിലും ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മീനെല്ലാം. ഇനി നമുക്കൊരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീനെല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മീനിൻ്റെ ഒരു വശമെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തായി വരുമ്പോഴത്തേന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശമെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിട്ട് കൊടുത്തിരുന്ന മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണേ. എല്ലാം ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട. ജസ്റ്റ് ഈ സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഒന്ന് അരിഞ്ഞതോട് ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി വെന്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനോട് ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം മീനിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒത്തിരി ഇട്ട് കുത്തി കുഴച്ചെടുക്കല്ലേ, മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഡിഷാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.